എന്റെ കുടുംബത്തിന്റെ നെടുന്തൂൺ അളക്കാനാ വക്കീൽ കൂട്ടുതന്നെ. ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ? സച്ചി, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ഞാൻ പറയുന്ന കൂടെ ഒന്ന് കേക്ക്. എന്നിട്ട് സമാധാനമായി നമുക്ക് സംസാരിക്കാം. ഇനി എന്ത് സമാധാനം? എല്ലാം പോയില്ലേ? ഡിവോഴ്സ് നോട്ടീസ് സന്ദീപ് ഒപ്പിട്ട് തിരിച്ചയച്ചതും അതുമായി പോസ്റ്റുമായി വീട്ടിലെത്തുമ്പോഴാ ഞങ്ങളല്ല ഈ വിവരം അറിയുന്നേ. അതിനിടയ്ക്ക് നമ്മൾ എത്ര വട്ടം കണ്ടു, എവിടെല്ലാം പോയി, എന്തെല്ലാം സംസാരിച്ചു. പക്ഷേ ഇത് മാത്രം വക്കീൽ പറഞ്ഞില്ല. എന്തിനാ വക്കീലെ ഇതെന്നോട് മറച്ചു വെച്ചത്? അതിന്റെ സത്യം എന്താണെന്ന് ഞാൻ പറയാം. സമയത്ത് പറയാത്ത സത്യത്തിന് ഒരു വിലയില്ലെന്ന് വക്കീലിനറിയാലോ. ആതിര എന്നോടെല്ലാം പറഞ്ഞു. അവനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. എന്നിട്ട് എന്തായി? അവൻ പേടിച്ചോ? ഇല്ല, അവള് പേടിച്ചു. ഞങ്ങളെല്ലാരും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക. വക്കീലെ, നമ്മൾ തമ്മിൽ കുറച്ചെങ്കിലും അടുപ്പവും ആത്മാർത്ഥതയും സ്നേഹമൊക്കെ ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. അതെന്റെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാനിത് സച്ചിയോട് പറയേണ്ടതായിരുന്നു. പറയാത്തത് എന്റെ തെറ്റ് തന്നെയാ, ഞാൻ സമ്മതിച്ചു. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് കൂടി സച്ചി മനസ്സിലാക്കണം. ആതിര എന്നെ കൊണ്ട് ഇത് ആരോടും പറയരുതെന്ന് സത്യം ചെയ്യിച്ചു. ദയവ് ചെയ്ത് ഈ കാര്യം സച്ചേട്ടനോടും അമ്മയോടും ചേച്ചി പറയരുത്. അവരതിനെ ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തില് ഒരിക്കലും മനസ്സിലാക്കില്ല. ചേച്ചിയും ഇതാരോടും പറയില്ല എന്ന് എനിക്ക് വാക്ക് തരണം. ഇനി സച്ചി പറ, അങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എന്നെ അറിയിക്കണമായിരുന്നു. വക്കീലിന്റെ മൗനം കാരണം തകർന്നു പോയത് എന്റെ കുടുംബം. അതിന്റെ അടിവേരാ ഇപ്പൊ ഇളകിപ്പോയത്. അവൾ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാലും വക്കീൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. അവള് വേറെ ഏതെങ്കിലും വക്കീലിനെ തേടി പൊക്കോട്ടെ. എന്നാലും വക്കീൽ ഈ വിവരം എന്നോട് പറയായിരുന്നു. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നല്ലോ. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ആത്മാർത്ഥതയ്ക്കും സ്നേഹത്തിനും ഒന്നും ഇവിടെ ഒരു വിലയുമില്ല. പക്ഷേ വക്കീലിന്റെ ഭാഗത്തുനിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല.